ജർമ്മനിയിലേക്ക് പഠിക്കുന്നതിനും ജോലിക്ക് വേണ്ടി പോകുന്നവരുടെയും എണ്ണം വളരെയധികം കൂടിയിരിക്കുകയാണല്ലോ. ഏറ്റവും സാധ്യതകളേറിയതും 2 മാസത്തിനുള്ളിൽ ജർമ്മനിയിലേക്ക് പോകാവുന്നതുമായിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് വിസയെ പറ്റി കൂടുതൽ അറിയുന്നതിനു വേണ്ടി കാലിഡിലെ സ്മാർട്ട് സ്റ്റഡി എബ്രോഡിലെ ഷൈൻ സാറിനോട് നമുക്ക് ചോദിച്ചറിയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്താണ് ജർമ്മൻ ലാംഗ്വേജ് വിസ? ഓക്കെ, കേരളത്തിൽ ജർമ്മൻ പഠിച്ച് B2 പാസ്സായി ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 1 വർഷമൊക്കെ എടുക്കും അവരുടെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടി. അതിൻ്റെ കാരണം നമ്മൾ കേരളത്തിൽ ജർമ്മൻ പഠിക്കുന്ന ആ സമയത്ത് സംസാരിക്കുന്നത് പോലെ അല്ല ജർമ്മനിയിൽ ജർമ്മൻ സംസാരിക്കുന്നത്. ഓരോ പ്രദേശം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെവിടെയാണോ ചെല്ലുന്നത് ആ പ്രദേശത്തെ ലാംഗ്വേജ് എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, സമയം വളരെ വിലപ്പെട്ടതാണ്. കേരളത്തിൽ B2 പഠിച്ച് പാസ്സായി ചിലരൊക്കെ 4 വർഷം വരെ എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഈ ലാംഗ്വേജ് വിസയിൽ ചെല്ലുന്നവർക്ക് 1 വർഷം കൊണ്ട് തന്നെ ഈ ലാംഗ്വേജ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് ചേരാനായിട്ട് സാധിക്കും. അപ്പൊ സർ, ഈ ലാംഗ്വേജ് വിസയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ജർമ്മൻ ലാംഗ്വേജ് വിസയെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് കരിയർ ക്യാമ്പസ് എന്ന് പറയുന്ന അവിടെ ജർമ്മനിയിലെ സ്കൂളുമായിട്ടാണ്. ജർമ്മൻസ് തന്നെയാണ് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൂടാതെ അവരുടെ കൾച്ചർ ഇൻട്രാക്റ്റീവ് ചെയ്യാനുള്ള അവിടുത്തെ സൊസൈറ്റിയിലെ ആളുകളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള സെഷനുകൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം പഠിക്കാവുന്ന തരത്തിലുള്ള ഒരു പാക്കേജാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കരിയർ ക്യാമ്പസ് ശരിക്കും ഒരു കാസിലാണ്. അവിടെ ആധുനിക രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ആ ക്യാമ്പസിൽ തന്നെ ബോർഡിങ് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് കരിയർ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50-ലേറെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക്, ഉദാഹരണത്തിന് നഴ്സിംഗ്, IT ഫീൽഡിലുള്ളത്, ഹോട്ടൽ മാനേജ്മെൻറ്റ് തുടങ്ങി 50-ലേറെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ്. അത് അഡ്മിഷനുള്ള പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്യാവുന്നതാണ്. അതിന് വേറെ പ്രോസസ്സിംഗ് ചാർജ് സ്മാർട്ട് ഈടാക്കുന്നില്ല. സർ, അപ്പോൾ ഈ വിസയുടെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? +2 70% മാർക്കുള്ളവരാണ് നമ്മൾ ഈ അഡ്മിഷന് വേണ്ടി എടുക്കുന്നത്. അതിന് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. നമുക്ക് ലോണിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ലോൺ എടുക്കുന്നവർക്ക് അതിനുശേഷം ലോൺ എടുക്കാം. അതല്ലാത്തവർക്ക് ഓൺ ഫണ്ട് ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ജർമ്മനിയിലേക്ക് പറക്കാം. അപ്പൊ നമുക്ക് പാർട്ട് ടൈം ജോബും ഈ വിസയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പാർട്ട് ടൈം ജോബ് ഉണ്ട്. ആദ്യത്തെ 2 മാസം A2 പാസ്സാകുന്നത് വരെയുള്ള ഒരു കാലയളവ് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ നമുക്ക് ഒരു മാസം പാർട്ട് ടൈം ജോബിൽ നിന്ന് കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അത് ക്യാമ്പസിനകത്തോ അതല്ലെങ്കിൽ പുറത്തോ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം സ്മാർട്ടിൻ്റെ നല്ലൊരു ടീം അവിടെ ഉണ്ട്. അത് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ B2 പാസ്സായില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുമോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. B2 പാസ്സായില്ലെങ്കിൽ നമുക്ക് 1 വർഷത്തേക്കാണ് ഇതിൻ്റെ വിസ ഉള്ളത്. 1 വർഷത്തിനുള്ളിൽ നമുക്ക് പാസ്സാകാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് OPR അതേപോലെ തന്നെ FSA അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് സ്വിച്ച് ചെയ്യാം, ലാംഗ്വേജ് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഹൗസ് ബിൽഡിംഗ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. 2 മാസത്തിനുള്ളിൽ ജർമ്മനിയിലേക്ക് പോകാൻ പറ്റുന്ന ജർമ്മൻ ലാംഗ്വേജ് വിസയെ പറ്റി ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും നന്നായി പറഞ്ഞത് സാറിന് ഒത്തിരി താങ്ക് യു. നിങ്ങൾക്കും ഇതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.